തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത്. വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ കുടുംബം ആരോപിച്ചു. തല്ലിന്നുള്ളതറിഞ്ഞിട്ടാണ് അത് ഞങ്ങളെ അറിയിച്ചത്. ആ കോളേജിന്റെ സെക്യൂരിറ്റിക്കാരനാണ്. അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അവളായിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവന്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല. ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവൻ എന്നോട് പറയുകയും കൂടി ചെയ്തത്. അവളെ നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്ത് നല്ല ഭാവി ഉണ്ടായിരുന്നാണ് അറിയാം. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ എടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിൽ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉപദ്രവിച്ചുണ്ട് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവിടെ വല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന. അത്രയും ക്രൂര മനസ്സാവില്ല. രണ്ടും ഞാൻ പറയാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് നമ്മളെ മക്കളെ ഇവിടെ കൂടി കാരണം തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി തീപ്പൊള്ളലേറ്റു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതക സാധ്യത കൂടി അന്വേഷിക്കുകയാണ് പോലീസ്. ഈ യുവതി നിരന്തരം ഭർതൃപീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മരിച്ച അർച്ചന 20 വയസ്സ് ആണ് ആ പെൺകുട്ടിക്കുള്ളത്. കഴിഞ്ഞ 6 മാസം മുൻപാണ് ഷാരോൺ എന്ന് പറയുന്ന യുവാവുമായി ഇവര് പ്രണയിച്ച് വിവാഹിതരായ സാഹചര്യമുണ്ട്. ഈ 6 മാസത്തിന് ഉള്ളിൽ തന്നെ അർച്ചന നിരന്തര പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. സമീപവാസികളും അർച്ചനയുടെ വീട്ടുകാരും ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ ഷാരോൺ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. നേരത്തെ തന്നെ ഇയാൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടിയുള്ള ഒരാൾ കൂടിയാണ് ഈ ഷാരോൺ എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. ഷാരോണിന്റെ അമ്മ രജനിയെയും ഷാരോണിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ വീടിന് പിന്നിലുള്ള ഒരു കാനയിൽ അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീപ്പൊള്ളലേറ്റാണ് മരിച്ചിട്ടുള്ളത്. ജീവനൊടുക്കിയ സാഹചര്യമാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഷാരോൺ അർച്ചനയെ നിരന്തരം ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അർച്ചനയെ വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതായത് അർച്ചനയുമായി കോൺടാക്ട് ആയിട്ട് തന്നെ ഒരുപാട് കാലങ്ങളായി എന്നുള്ള വെളിപ്പെടുത്തലാണ് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അർച്ചനയെ കോളേജിന്റെ മുന്നിൽ വെച്ച് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടുകാരെ അറിയിച്ചിരുന്നത് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് അറിയുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് അർച്ചനയുടെ മൃതദേഹം ഈ വീടിന്റെ പിന്നിലുള്ള കാനയിൽ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ടായത്. അർച്ചന ഗർഭിണിയുമാണ്. 6 മാസം മുൻപാണ് ഇവർ വിവാഹിതരായതും. ഇതിനിടയിൽ അർച്ചന നിരന്തരമായി ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും ഭർത്താവ് നിരന്തരം അർച്ചനയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും സംശയത്തിന്റെ പേരിലാണ് അർച്ചനയെ കൂടുതൽ മർദ്ദിച്ചിരുന്നതെന്നുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. അതേസമയം അമ്മ രജനിയും അർച്ചനയെ ഉപദ്രവിച്ചിരുന്നതായും ഈ ഗാർഹിക പീഡനത്തിന് ഉള്ള ഇടം ഉണ്ടാക്കി കൊടുക്കുന്നു. ഷാരോണിന് അത്തരത്തിൽ ഈ അർച്ചനയെ ഉപദ്രവിക്കാനുള്ള സാഹചര്യമൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുമുള്ള ആരോപണം കൂടിയുണ്ട്. എന്തായാലും അമ്മ രജനിയെയും ഈ ഷാരോണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. വിഷയത്തിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ പേര് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്.